ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. പണത്തിനു വേണ്ടി എന്തും പ്രവചിക്കാൻ തയ്യാറായ ഒരു പ്രവാചകനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അനീതിയുടെ കൂലി കൊതിച്ച ബലയാം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കനാൻ നാടിൻ്റെ അതിർത്തിയിലെത്തി. ആ സമയത്ത് അവർ ചില ജാതികളെ തോൽപ്പിച്ചു. ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് വന്നവരെയാണ് അവർ തോൽപ്പിച്ചത്. ഇത് കണ്ട് ബാലാക്ക് എന്ന രാജാവ് ഭയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്കിവരെ തോൽപ്പിക്കാൻ ശക്തിയില്ല. ഇവരെ തോൽപ്പിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണം. അങ്ങനെ അദ്ദേഹം ബലയാം എന്ന പ്രവാചകനെ ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടി കൂലിക്ക് വിളിക്കാൻ തീരുമാനിച്ചു. ബലയാം പോകരുത് എന്ന് ദൈവം ബലയാമിനോട് പറഞ്ഞു. പക്ഷേ ബലയാം അവസാനം പോകാൻ തീരുമാനിച്ചു. കാരണം പണത്തോടുള്ള തൻ്റെ ആർത്തി അല്പം കൂടുതലായിരുന്നു. ബലയാം ഇങ്ങനെ പോകുമ്പോൾ ആ വഴിയിൽ വെച്ച് ഒരു ദൈവദൂതൻ ബലയാമിനെതിരെ നിന്നു. ബലയാമിനെ കൊല്ലുവാനായിരുന്നു. എന്നാൽ ബലയാമിൻ്റെ കഴുത ഈ ദൂതനെ കണ്ടതുകൊണ്ട് ബലയാമിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ആ ദൂതൻ ബലയാമിനോട് പറഞ്ഞു, ദൈവം പറഞ്ഞതല്ലാതെ വേറൊന്നും നീ പറയരുത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കാര്യം ദൈവം ബലയാമിനോട് പറയുന്നത്. തൻ്റെ ജീവന് തന്നെ ഭീഷണി വരുന്ന ഒരു നിലയിൽ കൂടി താൻ കടന്നു പോയതുകൊണ്ട് ബലയാമിന് ഒരു കാര്യം മനസ്സിലായി. ദൈവം ഈ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതനുസരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അങ്ങനെ ബലയാം ബാലാക്കിനടുത്തേക്ക് പോവുകയാണ്. ചെന്നപ്പോൾ വലിയ സ്വീകരണമൊക്കെ നൽകി. ബലയാം ചോദിച്ച എല്ലാ കാര്യങ്ങളും ബാലാക്ക് ബലയാമിന് നൽകി. 7 യാഗപീഠം, 7 ആട്ടുകൊറ്റൻ, 7 കാളകൾ, ഇതിനെയൊക്കെ യാഗം കഴിച്ചതിന് ശേഷം ഒരു മലയുടെ മുകളിൽ കയറി അവിടെ നിന്ന് ഇസ്രായേൽ മക്കളെ നോക്കി അവരെ ശപിക്കണം എന്നാണ് ബാലാക്ക് പറയുന്നത്. പക്ഷേ ബലയാം പറഞ്ഞു, ദൈവം പറയുന്ന കാര്യം ഞാൻ പറയാം. 23-24 അധ്യായങ്ങളിൽ 4 സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ 4 പ്രവചനങ്ങൾ ബലയാം പറഞ്ഞു. അതിൽ ആദ്യത്തേതാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത്. ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പർവ്വതങ്ങളിൽ നിന്നും വരുത്തി. ചെന്ന് യാക്കോബിനെ ശപിക്കുക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിൻ്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിൻ്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ബലയാം ശപിക്കാനാണ് വന്നതെങ്കിലും ദൈവം പറഞ്ഞതല്ലേ ബലയാമിന് പറയാൻ സാധിക്കൂ. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നു 8-ാം വാക്യത്തിൽ, ദൈവം ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാനെങ്ങനെ പ്രാകും? ഇസ്രായേൽ മക്കളെ ദൈവം ശപിച്ചില്ല എന്ന് പറയുന്നത് നമുക്കൊരു അതിശയമാണ്. കാരണം സംഖ്യാപുസ്തകത്തിൽ അവരെ ശപിക്കത്തക്ക പല കാര്യങ്ങളും അവർ ചെയ്തു. പക്ഷേ ബലയാം പുറത്തുനിന്ന് നോക്കിയിട്ട് പറയുന്നു, ദൈവം അവരെ ശപിച്ചിട്ടില്ല, ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. ദൈവം അനുഗ്രഹിച്ച ഒരു ജനമാണിത്. ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവം ചെയ്ത വാഗ്ദത്തമാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം നൽകി, നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അവിടെ തന്നെ ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നുണ്ട്. യേശാവിനെ കൂടി അനുഗ്രഹിക്കേണ്ടതായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് യാക്കോബിന് അനുഗ്രഹം കൊടുത്തത്. അവനോട് പറഞ്ഞു, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യേശാവ് യാക്കോബിനെ പകച്ച് അവനോട് ദേഷ്യപ്പെട്ട് അവനെ ശപിച്ചാൽ യേശാവിന് തന്നെയാണ് ശാപം. യേശാവിനെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യാക്കോബിനെ അനുഗ്രഹിക്കണം. ഇതാണ് ദൈവം തൻ്റെ ജനത്തിന് വെച്ചിരിക്കുന്ന വ്യവസ്ഥ. ഇങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇന്നും അതിന് വ്യത്യാസമൊന്നുമില്ല.
എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ കൊണ്ടും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം. അപ്പം ദൈവം തൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും തൻ്റെ ജനത്തിന് നൽകിയിരിക്കുകയാണ്, ശാപമല്ല നൽകിയിരിക്കുന്നത്. അതാണ് ദൈവജനത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള ഒരു ജനത്തെ ഞാൻ എങ്ങനെ ശപിക്കും എന്നാണ് ബലയാൻ ചോദിക്കുന്നത്. ദൈവം വരെ ശപിച്ചിട്ടില്ല. ഇദ്ദേഹം ഒരു മലയുടെ മുകളിൽ നിന്നാണ് ഈ ജനത്തെ കാണുന്നത്. ഇവരുടെ താമസം ഗണം ഗണമായിട്ടൊക്കെയാണ് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംഖ്യാപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടതാണ്. അവരെ നോക്കിയിട്ട് താൻ പറയുന്ന മറ്റൊരു കാര്യം 9-ാം വാക്യത്തിൽ, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവം തിരഞ്ഞെടുത്ത ജനത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രകടമായൊരു വ്യത്യാസമുണ്ടെന്ന് ബലയമാണ് പറയുന്നത്. ഇവർ മറ്റ് ജാതികളിൽ നിന്നും വേർപെട്ടിരിക്കുന്നു, ഇവർക്ക് വ്യത്യാസമുണ്ട്. മറ്റുള്ളവർ താമസിക്കുന്നത് പോലെയല്ല ഇവർ താമസിക്കുന്നത്, മറ്റുള്ളവർ പെരുമാറുന്നത് പോലെയല്ല ഇവർ പെരുമാറുന്നത്, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നില്ല, ഇവർക്കൊരു വ്യത്യാസമുണ്ട്. ഇതാണ് ദൈവജനത്തിൻ്റെ ഒരു ലക്ഷണം. മറ്റുള്ളവരിൽ നിന്നും വേർപെട്ടിരിക്കും. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് ദൈവജനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ലോകത്തിലുള്ളവർ എങ്ങനെ വിജയകരമായി ജീവിക്കുന്നു, ഈ ലോകത്തിൻ്റെ നിലവാരമനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ഇതൊരു പുതിയ കാര്യമല്ല. ഇസ്രായേൽ മക്കൾക്കും ഈ പ്രശ്നമുണ്ടായിരുന്നു. മറ്റ് ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, മറ്റ് ജാതികളുടെ ദേവന്മാർക്കുള്ളതുപോലെ ഞങ്ങൾക്ക് ഉത്സവം വേണം, മറ്റുള്ളവരുടെ കൂടെ കലർന്ന് അവരെപ്പോലെ ജീവിക്കണം, അവരുടെ ഭക്ഷണം, അവരുടെ രീതികൾ അതനുകരിക്കണം, അവർ എല്ലാ മരത്തിൻ്റെയും ചുവട്ടിൽ ബാലിനെ ആരാധിക്കുന്നു, ഞങ്ങൾക്കും അങ്ങനെ ചെയ്യണം. ഇങ്ങനെ മറ്റുള്ളവരെ പോലെ ആകുവാൻ അവർ ശ്രമിച്ചു. വാസ്തവത്തിൽ ദൈവം അവർക്ക് വളരെ ഉന്നതമായൊരു സ്ഥാനമാണ് നൽകിയത്. മറ്റുള്ളവർ അവരെ നോക്കി ഇങ്ങനെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും, ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കരുതത്തക്ക വിധം ഉന്നതമായ ഒരു നിലവാരം അവർക്ക് കൊടുത്തു. പക്ഷേ അവർ പറയുന്നു, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ജാതികളെ പോലെ മതി. ഇന്നും ദൈവജനത്തിന് പറ്റുന്ന ഒരു അബദ്ധം അതാണ്. നമുക്ക് വളരെ നിലവാരമുള്ള ഒരു സ്ഥാനമാണ് ദൈവം തന്നിരിക്കുന്നത്, പക്ഷേ നമ്മൾ പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ആയാൽ മതി എന്നാണ്. ശരിയല്ല അത്. ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതേസമയം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മറ്റുള്ളവരെ പോലെ ആകരുത്. അതിൻ്റെ കാരണം ദൈവം അവരുടെ മധ്യേ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കണം. ലേവ്യ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നു. നിങ്ങളുടെ പാളയത്തിൽ ഒരു അശുദ്ധിയും കാണരുത്, കാരണം ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കുന്നു. ദൈവം അവരുടെ ഇടയിൽ വസിക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ശ്രദ്ധിക്കുന്നു. ഇതാണ് ഈ ജനത്തിനുള്ള പ്രത്യേകത. മാത്രമല്ല, ഈ മലയുടെ മുകളിൽ നിന്ന് ബലയാം ഈ ജനത്തെ നോക്കിയപ്പോൾ അവർ വലിയൊരു ജാതിയാണെന്ന് മനസ്സിലായി. എണ്ണിത്തീർക്കാൻ കഴിയില്ല. യാക്കോബിൻ്റെ ധൂളിയെ ആർക്കെണ്ണാം, ഇസ്രയേലിൻ്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം. ഇതാണ് ബലയാം പറയുന്നത്. ഇത് വലിയൊരു ജാതിയാണ്, വളരെയധികം ആളുകൾ, ദൈവം അനുഗ്രഹിച്ച ഒരു ജാതി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബാലാക്ക് കോപിക്കുകയാണ്. നീ എന്നോട് ചെയ്തതെന്ത്? എൻ്റെ ശത്രുക്കളെ ശപിപ്പാനല്ലോ ഞാൻ നിന്നെ വരുത്തിയത്, നീയോ അവരെ അനുഗ്രഹിക്കുകയത്രേ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ബലയാം പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ബലയാം അതേ പറയൂ, കാരണം വരുന്ന വഴിക്ക് ദൈവം അവനോട് വളരെ കർശനമായി ഇടപെട്ടു. അത് മറന്നു കളയുവാൻ ബലയാമിന് കഴിയില്ല. അതുകൊണ്ട് ബലയാം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു. പുറത്തു നിന്ന് ഒരു വ്യക്തിക്കും ദൈവജനത്തെ ശപിച്ച് ഇല്ലാതാക്കാൻ കഴിയില്ല. ആരുടെയും ശാപത്തെ നിങ്ങൾ ഭയപ്പെടണ്ട, കാരണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.